ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, ദൈവത്തിൻ്റെ രീതികൾ ഈശോ പറയുന്നത് പോലെ എൻ്റെ ചിന്ത പോലെയല്ല നിങ്ങളുടെ ചിന്ത. സെമിനാരി പഠിക്കുന്ന കാലത്ത് ആലപ്പുഴ ദേശവാസിയായ ഒരു മകൻ്റെ കഥ ഞാൻ ഓർക്കുക. അദ്ദേഹം വളരെ വലിയൊരു ക്രിമിനലായിരുന്നു. ഒരു സെമിനാരി വന്നു, അങ്ങനെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ വചനം വായിച്ചപ്പോൾ വന്നതാണ്. വലിയൊരു ക്രിമിനലായിരുന്നു, ദേശത്തെ ഒരു ഗുണ്ട. അന്ന് ഗുണ്ട എന്നുള്ള വാക്കൊന്നുമില്ല, ഗുണ്ടയൊക്കെ പിന്നീട് ഉണ്ടാകുന്നില്ല. 10-30 കൊല്ലം മുമ്പ് ഗുണ്ടകളൊന്നുമില്ലല്ലോ. അതേപോലെ വളരെ ഭീകരനായ ഒരു മനുഷ്യൻ, കൊലപാതകമൊക്കെ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തൊരു മനുഷ്യൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവൻ്റെ ഒരു ആഞ്ചലോസ്. നമ്മൾ പിന്നീട് ഈ മനുഷ്യൻ്റെ ഒരു മാനസാന്തര കഥയാണ്. ഒരു അനാഥാലയം ഇവൻ ശിക്ഷിക്കപ്പെട്ടു. ജയിലിൽ കുറച്ച് വർഷങ്ങൾ കഴിയേണ്ടി വന്നു. ഈ ജയിൽ ജീവിതമൊക്കെ കഴിഞ്ഞ് ഇവന് ഇറങ്ങുമ്പോഴത്തേന് ഇവൻ്റെ ജീവിതം ആകെപ്പാടെ മാറുക. എനിക്കത് ആ സമയത്ത് നമ്മുടെ ഞങ്ങൾ സെമിനാരിൽ നിന്ന് പോകുമായിരുന്നു. ഈ ജയിലുകളിൽ പോയി ജയിൽ മിനിസ്ട്രി ഉണ്ട്, അങ്ങനെ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി പാട്ടും പ്രസംഗവും പരിപാടിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് പോകുന്നൊരു ഗ്രൂപ്പാണത്. അങ്ങനെ ഇവൻ ഇത് എൻജോയ് ചെയ്ത് തുടങ്ങിയായിരുന്നു ആ ജയിലിൽ കിടക്കുന്ന സമയത്ത്. ആളിപ്പോഴും ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. എന്തായാലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവമക്കളെ, തൻ്റെ ഭവനത്തിൽ അനേകം മനുഷ്യരെ ആരെങ്കിലുമൊക്കെ കൊന്നതാണ് ഈ മനുഷ്യൻ. പക്ഷെ തൻ്റെ ജീവൻ കൊടുക്കാനായിട്ട് ഈ മനുഷ്യൻ മാറ്റുക. ദൈവമക്കളൊന്ന് ചിന്തിച്ച്, ഇയാളൊരു കൊലപാതകയൊന്നും അല്ല, ഇയാൾ സാധാരണക്കാരനായിട്ട് ജീവിച്ചു പോയനെ. ആർക്കും നന്മ ചെയ്യാത്ത ഒരു സാധാരണക്കാരനേക്കാളും നല്ലത് നന്മ ചെയ്യുന്നൊരു കൊലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നുണ്ടോ? നമ്മൾ നല്ലവനാണ്, പക്ഷെ നന്മ ചെയ്യാത്ത നല്ലവനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഈ മനുഷ്യൻ ക്രിമിനലായത്. അവസാനം എനിക്കറിയാം, ആകെപ്പാടി സ്ഥലം എന്തൊക്കെയോ ഉള്ളായിരുന്നു. അവിടെ ഇങ്ങനെ ഏച്ച് കെട്ടി ചെറിയ ഷെഡുകളൊക്കെ സ്ഥാപിച്ച് കുറച്ചധികം പേര് ഇയാൾ താമസിപ്പിച്ച് ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇയാളൊരു കാവി ജിബ്ബയും കാവി മുണ്ടും ഒക്കെ എടുത്തുകൊണ്ട് സെമിനാരി വന്ന് എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ഞങ്ങളോട് സംസാരിച്ച് ഓർക്കുന്നുണ്ട്. ദൈവങ്ങളെ, ദൈവത്തിൻ്റെ വിസ്മയങ്ങളല്ലേ ഇത്? ഒരിക്കലും ഒരു കൊലയാളി ഒരു അപ്പോസ്തലനാവുന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? സൗൾ പൗലോസൊക്കെ ആയി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ധ്യാനമില്ലാത്തത് കൊണ്ട് നമുക്ക് പറ്റാത്തത്. ഈ മനുഷ്യൻ്റെ ജീവിതം ഇന്ന് അതുപോലെ ഒരു കാഴ്ച നമ്മളിത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുകയാണ്. 14-ാം വാക്യം. അവൻ കടന്നുപോയപ്പോൾ ഹെൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. മറ്റവൻ കത്തി കൊണ്ട് കൊല്ലുവെങ്കിൽ ഇവൻ പിടിച്ചു പറിച്ച് ഊറ്റിയെടുക്കും. മനുഷ്യൻ്റെ ചോര ഊറ്റിയെടുക്കുന്നവനാണ് ഈ കൊള്ളപ്പലിശക്കാരനവൻ. നികുതി പിരിവുകാരനാണ്. 10 രൂപ വാങ്ങിക്കുന്നിടത്ത് 20 രൂപ കുത്തിന് പിടിച്ച് വാങ്ങിക്കും. നമ്മൾ കൊട്ടേഷൻ സംഘമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ എന്തൊരു ദുരന്തമല്ല മനുഷ്യ ജീവിതത്തിലൊക്കെ. നമ്മൾ വാസ്തവം ഈ ദിവസങ്ങളൊക്കെ കുവൈറ്റിലെ സംഭവം നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചില്ലേ? മനുഷ്യൻ്റെയൊക്കെ ഇത്രയും ഉള്ളല്ലോ ഞാനും നിങ്ങളുമൊക്കെ. എന്നിട്ടും നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ഒരു 30 വർഷം കഴിഞ്ഞ ഒരു മനുഷ്യൻ പത്തനംതിട്ടക്കാരൻ്റെ കഥ പറയുന്നത് കേട്ടായിരുന്നു. തിരിച്ചു വരാനിരിക്കുകയായിരുന്നു. മറ്റൊരു മോൻ്റെ കഥ കേട്ടത് അവൻ പോയിട്ട് 5 ദിവസം ആയിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ ഹൃദയം അലിയിക്കണം. ഒരുപക്ഷെ ഇതൊക്കെ സുവിശേഷമാണെന്നേ. ഒരു വലിയ ദുരന്തമാണെങ്കിലും മറ്റു സമൂഹത്തിന് അവരാരും നശിച്ചു പോകത്തൊന്നുമില്ല കേട്ടോ. അവരുടെ കുടുംബങ്ങളും തകർന്നു പോകില്ല. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരമുണ്ടാകും. അവർക്ക് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ ഓർക്കുക മക്കളെ, ഇത്രയൊക്കെ ഉള്ളുന്നേ. ഇത്രയും വേഗത്തിൽ ഓടിയാലും നമ്മൾ ചെല്ലേണ്ടത് അവിടെ മാത്രമാണ്. അവിടം വരെ എത്തത്തുള്ളൂ. അവിടം വരെ ചെല്ലാൻ വേണ്ടി ഓടുന്നത്, ഈ വഴക്കുണ്ടാക്കുന്നതും ബലം പിടിക്കുന്നതും പിടിച്ചു പറിക്കുന്നതും ഒക്കെ അതേപോലെ എന്ത് നമ്മൾ എവിടം വരെ എത്താൻ പറ്റും? ലേവി ചുങ്കസ്ഥലത്തിരിക്കുക. അവനെ കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. കർത്താവ് ഇന്ന് വിളിക്കുന്നുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഇരിക്കുന്നിടം ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് പ്ലേസ്. അങ്ങനെ ആരും വിചാരിച്ചെങ്കില്ല കേട്ടോ. ആരാണേലും ഈ വചനം കേൾക്കുന്നത്, നിനക്ക് അവിടെ നിന്ന് അല്പം എഴുന്നേറ്റ് മാറാനുണ്ട് കുഞ്ഞെ. നീ ഇപ്പം ആയിരിക്കുന്ന അവസ്ഥയിൽ ബെസ്റ്റാന്ന് വിചാരിക്കില്ല. ഞാൻ ഈ വചനം പറയുന്നത് ഞാൻ എന്നോട് ഇപ്പം സംസാരിക്കുക. ഞാൻ ഇരിക്കുന്ന ബെസ്റ്റ് സ്ഥലമൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് പോലും സാധ്യതകളുണ്ട്. നമുക്കൊക്കെ ഈ ഒരു യേശു വിളിക്കുന്നു.
അവൻ വിളിക്കുക, ഇതാ അവൻ ചുങ്കസ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അടുത്ത വചനം ഇങ്ങനെയാണ്, അവൻ ലേവിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുക. നീയൊന്ന് മാറുമ്പോൾ നിന്റെ കുടുംബം മാറും. നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ ചിന്തകൾ, നിന്റെ ആഗ്രഹങ്ങൾ, നമുക്ക് ഒത്തിരി മാറാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നതിലൊന്നല്ല, നമ്മളിൽ ഒരുപാട് നന്മയുണ്ട്. നമുക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത നന്മകളുടെ ഒരു നിധിയാണ്, ഒരു ശേഖരമാണ് നമ്മൾ. ഒരു കർത്താവ് പറഞ്ഞല്ലേ, നിധി ഒളിപ്പിച്ച് വയലിൻ്റെ കഥ പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു വയലാണ് നമ്മൾ. ഒരുപാട് നന്മകൾ ഇനി വരാനുണ്ട്. കാരണം ആ ലേവി അവിടെ ഇരുന്ന് മനുഷ്യനെ ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ടിരുന്നെങ്കിലോ, ഇതാ ക്രിസ്തു അടുത്ത് വന്നപ്പോൾ അവൻ കള്ളക്കണക്ക് എഴുതുന്നവനെ പിടിച്ച് സുവിശേഷം എഴുതിയ മത്തായിയായി മാറി. ഈ ലേവിയ ഈ മത്തായി എന്ന് പറയുന്ന ആള് അത്രയും നാൾ മനുഷ്യനെ ചതിക്കാനും വഞ്ചിക്കാനുമുള്ള കള്ളക്കണക്കുകൾ എഴുതിയെങ്കിൽ ഇന്ന് മനുഷ്യൻ ജീവിക്കാനുള്ള സുവിശേഷം എഴുതാൻ ദൈവം അവനെ ഉപയോഗിക്കുക. ഓ കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് മാറ്റുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അങ്ങയുടെ സ്വരം കേൾക്കുവാനും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും പുതിയ സൃഷ്ടി എൻ്റെ ചിന്തകളിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ആറ്റിറ്റ്യൂഡിൽ, എൻ്റെ തീരുമാനങ്ങളിൽ ഒക്കെ അങ്ങ് തന്നെ മാറ്റം വരുത്തണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, തകർന്നവർ, തളർന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി, ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ